നമ്മളെപ്പോഴും തെറ്റുകളൊക്കെ ഒരുപോലെയാണെന്ന് കരുതരുത്. ചില തെറ്റുകളിൽ അല്ലാഹു വരെ ഇടപെടില്ല. ചില തെറ്റുകളിൽ അല്ലാഹു വരെ ഇടപെടൂല. അങ്ങനെയുള്ള തെറ്റാണ് മനുഷ്യരോട് ചെയ്യുന്ന തെറ്റ്. അങ്ങനെയുള്ള തെറ്റാണ് പണ്ഡിതന്മാരെ കുറ്റം പറയല്. അങ്ങനെയുള്ള തെറ്റാണ് സയ്യിദന്മാരെ കുറ്റം പറയല്. അങ്ങനെയുള്ള തെറ്റാണ് ഉമറാക്കളെ കുറ്റം പറയല്. അങ്ങനെയുള്ള തെറ്റാണ് സാധാരണക്കാരെ കുറ്റം പറയല്. അങ്ങനെയുള്ള തെറ്റാണ് കൂട്ടുകുടുംബങ്ങൾ തമ്മിൽ കുറ്റം പറയല്. അതുകൊണ്ട് മനുഷ്യ ആരും ആരെയും കുറ്റം പറയരുതേ. ആരും ആരെയും ആക്ഷേപിക്കരുതേ. പറഞ്ഞതുപോലെ പിന്നെയും പറയട്ടെ, നമ്മൾ ഒരാളെ കുറ്റവും കുറവും പറയാൻ മാത്രം വളർന്നിട്ടില്ലല്ലോ. എന്താ ഒരു കവിയായ മഹാൻ പറഞ്ഞത്? ബടോ മനുഷ്യ, മറ്റുള്ളവന്റെ പോരായ്മകൾ പരതി ചികഞ്ഞന്വേഷിക്കും മുമ്പ് നിന്റെ പോരായ്മകൾ നീ കണ്ടെത്ത്. പോരായ്മയില്ലാത്ത മനുഷ്യനാരാണ്? ശരിയല്ലേ അത്? പോരായ്മയില്ലാത്ത മനുഷ്യനാരാണ്? മനുഷ്യൻ പോരായ്മയില്ലാത്ത മനുഷ്യനാരാ? അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത, അവിടുത്തെ അംബിയ മുർസലീങ്ങളല്ലാത്ത, അല്ലാഹുവിന്റെ പ്രവാചകരല്ലാത്ത മനുഷ്യരായ നമ്മുടെ ഭാഗത്തൊക്കെ പിഴവ് സംഭവിച്ചേക്കാം. ഒരാളും ഒരാളെ പിഴവേറ്റ് പറഞ്ഞ്, വാട്സപ്പിന്റെ കാലമാണ്, ഇൻസ്റ്റാഗ്രാമിന്റെ കാലമാണ്, ഫേസ്ബുക്കിന്റെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഒരാളും ഒരാളെ ഐബുണ്ടെടുത്ത് പരസ്യപ്പെടുത്തി അവനെ കുറവാക്കല്ലേ ജനങ്ങളെ. അതൊരു നല്ല കാര്യമാണെന്നാരും കരുതരുത്. അതൊരു നല്ല കാര്യമാണെന്നാരും കരുതരുത്. നമ്മളെന്താ ഖുർആൻ, നമ്മളെന്താ ഹദീസിൽ പഠിച്ചത്? നമ്മളെ റസൂൽ എന്താ പഠിപ്പിച്ചത്? ഒരു മനുഷ്യന്റെ അയ്ബത്തരം മറച്ചു വച്ചാൽ അവന്റെ അയ്ബത്തരം നാളെ ആഖിറത്തിൽ അല്ലാഹു മറച്ചു വെക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. എന്തും ആഘോഷിക്കുന്നൊരു കാല. എന്തിനേയും മനുഷ്യൻ ആഘോഷിക്കുക. എന്തൊരു കാലഘട്ടാന്ന. ഒരാൾ അയ്ബത്തിട്ട് മറ്റോടത്ത് ഇങ്ങനെ കിരിക്കി നടക്കുക, അത് അങ്ങോട്ട് ഷെയർ ചെയ്യുക, അങ്ങോട്ട് ഷെയർ ചെയ്യുക. എന്തെല്ലാം ഇതൊക്കെ വലിയൊരു പണിയെന്നാ വിചാരിച്ചത്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധി തരട്ടെ. ആമീൻ പറ. അല്ലാഹു നല്ല ബുദ്ധി തരട്ടെ. ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, നല്ല ബുദ്ധി കിട്ടാൻ കുറച്ച് പണിയാണ്. ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, നല്ല ബുദ്ധി കിട്ടാൻ വലിയ പണിയാണ്. ഐബിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആരാവിടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഒരാളെ ഐബിനെ പുറത്തിട്ടുകൊണ്ട് അവനെ കുറവാക്കരുത്. ഒരാളെയും ജനമധ്യത്തിൽ ഐബാക്കരുത്. വളരെ സൂക്ഷിക്കണം. സോഷ്യൽ മീഡിയക്കും പത്രക്കാർക്കും പണിയൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് ഏറ്റവും വടക്കാക്കി പറയുന്നവനാരാണോ അവനിക്കാണ് കൂടുതൽ ശമ്പളം. അങ്ങനെയാണ്. ഏറ്റവും ഒരു കാര്യം ഏറ്റവും മോശമാക്കി പറയുന്ന ആളാരാ? ഓനക്കാണ് വലിയ പദവി ആ മേഖലയിൽ. അങ്ങനെയാണ്. നമ്മൾ അതേപോലെ നമ്മളെ ആഖിറ നോക്കുക. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്